മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ സൈനിക ആധിപത്യം മുൻപത്തെ പോലെ ഏകപക്ഷീയമായി ഇനിയും തുടരുക എന്നത് അത്ര എളുപ്പമല്ല. മേഖലയിലെ മാറുന്ന ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അമേരിക്കൻ ആധിപത്യത്തിന് ഭീഷണി ഉയർത്തി കഴിഞ്ഞു. മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ നേരിട്ടോ അല്ലെങ്കിൽ ഇറാന്റെ പിന്തുണയുള്ള പ്രോക്സി ഗ്രൂപ്പുകൾ വഴിയോ മിഡിൽ ഈസ്റ്റിൽ പല സൈനിക നീക്കങ്ങളും ആക്രമണങ്ങളും നടന്നിട്ടുണ്ട്. ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂത്തി വിമതർ സൗദിയിലെ ഒരു വിമാനത്താവളത്തിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു. തുടർന്ന് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. സൗദി അറേബ്യയിലെ യാൻബു, ജിസാൻ എന്നീ തീരദേശ നഗരങ്ങളിലെ അരാംകോ എണ്ണ സംസ്കരണ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ നടന്നു. യമൻ തീരത്തിന് സമീപം വെച്ച് ഒരു ഇന്ത്യൻ ചരക്ക് കപ്പലിന് നേരെ സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ബോട്ട് ഉപയോഗിച്ച് ആക്രമണം ഉണ്ടാവുകയും കപ്പൽ മുങ്ങുകയും ചെയ്തു. കപ്പലിൽ ഉണ്ടായിരുന്ന 13 ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ യമൻ കോസ്റ്റ് ഗാർഡാണ് രക്ഷപ്പെടുത്തിയത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുകയും സമീപ രാജ്യമായ കുവൈത്തിന്റെ അതിർത്തിക്ക് നേരെ ആക്രമണ നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെയും സൈനിക സാന്നിധ്യത്തെയും ലക്ഷ്യമിട്ട് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളും തുടരുന്നു. നിലവിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനും സ്വതന്ത്ര ചർച്ചകളിലേക്ക് കടക്കാനും ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പ്രോക്സി ഗ്രൂപ്പുകൾ നടത്തുന്ന ആക്രമണങ്ങൾ മേഖലയിൽ ഇപ്പോഴും വലിയ സംഘർഷാവസ്ഥ തന്നെയാണ് നിലനിർത്തുന്നത്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ സൈനിക ആധിപത്യം മുൻപത്തെ പോലെ ഏകപക്ഷീയമായി ഇനിയും തുടരുക എന്നത് അത്ര എളുപ്പമല്ല. അത്യാധുനിക ആയുധങ്ങളും നാവിക വ്യോമ വ്യൂഹങ്ങളും പശ്ചിമേഷ്യയിൽ വിന്യസിച്ച് ശക്തമായ സൈനിക സാന്നിധ്യം നിലനിർത്താൻ ഇതുവരെ യുഎസിന് സാധിച്ചിരുന്നെങ്കിലും മേഖലയിലെ മാറുന്ന ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അമേരിക്കൻ ആധിപത്യത്തിന് ഭീഷണി ഉയർത്തി കഴിഞ്ഞു. സൈനികമായി ഇടപെടാതെ തന്നെ ഗൾഫ് രാജ്യങ്ങളായ സൗദി അറേബ്യ, UAE, ഇറാൻ തുടങ്ങിയവരുമായി വലിയ സാമ്പത്തിക, ഊർജ, സാങ്കേതിക പങ്കാളിത്തങ്ങൾ വളർത്താൻ ചൈനക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രതിരോധ രംഗത്തും ഒപെക് പോലുള്ള എണ്ണ വിപണിയിലെ കൂട്ടായ്മകളിലും റഷ്യൻ സ്വാധീനം വളരെ വ്യക്തമാണ്. സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങൾ പൂർണ്ണമായി അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്ന നയം ഉപേക്ഷിച്ചു കഴിഞ്ഞു. സ്വന്തം സുരക്ഷയും സാമ്പത്തിക താൽപര്യങ്ങളും മുൻനിർത്തി ചൈന, റഷ്യ, ഇന്ത്യ തുടങ്ങിയ പല രാജ്യങ്ങളുമായി തുല്യമായ ബന്ധം സ്ഥാപിക്കുന്ന മൾട്ടി അലൈൻമെന്റ് രീതിയാണ് അവരിപ്പോൾ പിന്തുടരുന്നത്. അസിമെട്രിക് യുദ്ധമുറകളും പ്രോക്സി ഗ്രൂപ്പുകളും ചെലവ് കുറഞ്ഞ ഡ്രോണുകൾ, മിസൈലുകൾ തുടങ്ങിയവ പ്രാദേശിക സായുധ സംഘടനകളായ ഹൂത്തികൾ, മറ്റ് പ്രോക്സി ഗ്രൂപ്പുകൾ എന്നിവരെ ഉപയോഗിച്ച് അമേരിക്കയുടെ വലിയ സൈനിക താവളങ്ങളെയും തന്ത്രപ്രധാന ഗതാഗത പാതകളെയും നിരന്തരം സമ്മർദ്ദത്തിലാക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട്. ഇത് പരമ്പരാഗത സൈനിക ആധിപത്യത്തിന്റെ കാര്യക്ഷമതയെ തന്നെ ചോദ്യം ചെയ്യാനിടയാക്കിയിട്ടുണ്ട്. അനന്തമായി നീളുന്ന മിഡിൽ ഈസ്റ്റ് യുദ്ധങ്ങളിൽ നിന്ന് പിൻവാങ്ങണമെന്ന വികാരം അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ശക്തമാണ്. കൂടാതെ ഇന്തോ പസഫിക് മേഖലയിൽ ചൈന ഉയർത്തുന്ന വെല്ലുവിളികളെ ചെറുക്കുന്നതിലേക്ക് ശ്രദ്ധ മാറ്റേണ്ട അവസ്ഥയിലാണ് ഇന്ന് വാഷിംഗ്ടൺ. ചുരുക്കത്തിൽ അമേരിക്ക മേഖലയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങിയില്ലെങ്കിലും പശ്ചിമേഷ്യയിൽ യുഎസിന്റെ ഏകപക്ഷീയമായ അധിനിവേശ ആധിപത്യം അവസാനിക്കുകയാണ്. പകരം മറ്റ് പ്രാദേശിക ആഗോള ശക്തികളെ കൂടി പരിഗണിച്ചുകൊണ്ട് ചർച്ചകളിലൂടെയും തന്ത്രപ്രധാന സഖ്യങ്ങളിലൂടെയും തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് ഇന്ന് യുഎസ് എത്തി നിൽക്കുകയാണ്.